കേരളത്തിൽ വാടക ഗർഭപാത്ര മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന് വെളിപ്പെടുത്തൽ. വാടക ഗർഭം ധരിച്ചാൽ 6 ലക്ഷം രൂപ ലഭിക്കും. എറണാകുളത്തെ ഹോസ്റ്റലിൽ 6ഓളം ഗർഭിണികൾ എന്ന് വെളിപ്പെടുത്തലുണ്ട്. പറഞ്ഞോളൂ, എവിടെ വെച്ചാണ് ഇങ്ങനെ ഈ സ്ത്രീയെ പരിചയപ്പെട്ടത്? തൃശ്ശൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. അവരെ നമ്മൾ അവിടുന്ന് കാണുമ്പോൾ അവര് ജസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ഫോൺ നമ്പറൊക്കെ കൈമാറി. ആരൊക്കെ ഉണ്ടായിരുന്നത്? ഒരു യുവതിയും ഒരു യുവാവും മറ്റൊരു യുവതി. അവര് ഫാമിലി ഫ്രണ്ടാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതില് ഒരാളെ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഞാൻ ആ ഒരു പരിചയത്തിന്റെ മുകളിൽ നമ്മൾ സംസാരിക്കാൻ നിന്നതാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ അവരുടെ റിലേറ്റീവ് ഒന്നുമല്ല, അപ്പൊ പിന്നെ ഇങ്ങനെ ഒരുമിച്ച് വന്നേന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ദാതാവാണ്, സർവകസിയാണെന്ന് പറഞ്ഞു. അവര് ഒരു ഏജൻസി ത്രൂ എന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത കാരണം ഞാൻ ഞെട്ടിപ്പോവാണ് ചെയ്തത്. കാരണം നമ്മുടെ നാട്ടിലും ഇത് ഉണ്ടല്ലോ എന്ന് അറിയില്ല, നമ്മൾ കേട്ടില്ലേ. പിന്നീട് അന്വേഷിച്ചപ്പോ മനസ്സിലായത് എറണാകുളത്താണ് ഇപ്പൊ ഉള്ളത്. എറണാകുളത്ത് ഒരു ഹോസ്റ്റലിലാണ് ഇവരെ താമസിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇവര് മാത്രല്ല, ഇങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് 6 lakhs എങ്ങാണ്ടാണ് ഈ ആൾക്ക്, അതായത് ഈ ഡോണർക്ക് കിട്ടാൻ പോകുന്നത്. ബാക്കി ഏജൻസി എത്ര വാങ്ങിക്കുന്നു എന്നുള്ളത് പോലും അറിയില്ല. ഏജൻസി ആരാണെന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് ക്ലിയർ അല്ല, അറിയില്ല. കാരണം അവരെ ആരും ഒരു കോണ്ടാക്ട് ഇല്ല. ഇവരിലേക്ക് എത്തിയത് ഇവരുടെ ഏതോ സുഹൃത്ത് പറഞ്ഞ് അങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. ചെന്നവർക്ക് ഫുഡിനായിട്ട് അവർ മന്ത്ലി ഒരു എമൗണ്ട് ഈ ക്ലയന്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകാനും വരാനുള്ള ഒരു എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസും അക്കോമഡേഷനും കൂടെ 50,000 രൂപ ഒരു ക്ലയന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ കൊടുക്കുന്ന ഫുഡോ ഒരു എന്തായാലും പ്രഗ്നൻസി ആണല്ലോ, അതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണം പോലും കൊടുക്കാതെ നരകജീവിതമാണ്. പെൺകുട്ടിയുടെ അവസ്ഥ വീട്ടിലെ കഷ്ടപ്പാടുകൊണ്ട് തന്നെയാണ്. ഹസ്ബൻഡിന് അറിയാം ഈ കാര്യങ്ങള്, വേറെ ആർക്കും അറിയില്ല. ഹസ്ബൻഡിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്, അപ്പൊ ബുദ്ധിമുട്ട് കരകയറാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ കേട്ട അറിവ് വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും ആ കുട്ടി രക്ഷപ്പെടാനൊന്നും പോണില്ല. പിന്നീട് വരുന്ന എല്ലാ മെഡിക്കൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം പിന്നെ സ്വയം അനുഭവിക്കുക. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീജിത്ത് സംസാരിച്ചത് ഒരു ഇരയുടെ സുഹൃത്തുമായിട്ടാണ്. ശ്രീജിത്ത്, അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എത്ര രൂപയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ്. ഇവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലേക്ക് ഇവർ എന്തിനിങ്ങനെ പ്രവർത്തിക്കുന്നു, ആരാണിതിന് പിന്നിലെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇതൊരു വലിയ മാഫിയയാണെന്ന് പറയുന്നു. ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നാണോ അറിഞ്ഞത് ശ്രീജിത്ത്? അനുജ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവയവ മാഫിയയുടെ പിറകിലായിരുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നമുക്ക് ഇനിയുമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി തേടിയത്. അവരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ ഈ വാടക ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇത് ഒരു പൊതുപ്രവർത്തക കൂടിയായ സ്ത്രീയാണ്. അവരുടെ ശബ്ദമോ അല്ലെങ്കിൽ മറ്റ് അവരുടെ പേഴ്സണൽ വിവരങ്ങൾ, വ്യക്തിപരമായ വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ വ്യക്തിപരമായ വിവരങ്ങളും ആ പെൺകുട്ടിയുമായി സംസാരിച്ചതിൻ്റെ രേഖകളും ഒക്കെ നമ്മുടെ പക്കൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പക്കൽ തന്നെ ഉണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നത് 6 ലക്ഷം രൂപ തൃശ്ശൂരിലൊരു ക്ഷേത്രത്തിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ആദ്യ ഒരു ഘട്ടത്തിൽ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, നമ്പർ പരസ്പരം കൈമാറുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം പിരിയുന്നു. ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വന്നത്. അവർ തൻ്റെ ആരുമല്ല, അവർ ഇത്തരത്തിൽ തന്നെ സമീപിച്ച ഏജൻസിയുടെ ആളുകളാണ്. അവരാണ് അവർക്ക് വേണ്ടി അവരുടെ കുഞ്ഞിനെ ഗർഭത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ പോറ്റാൻ വേണ്ടി ആണ് താൻ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം എറണാകുളത്തേക്ക് മാറ്റുന്നു. അതൊരു ഹോസ്റ്റൽ എന്നാണ് പറയുന്നത്. ഏജൻസിയാണ് ഈ ഹോസ്റ്റലെല്ലാം സജ്ജീകരിച്ച് നൽകുന്നത്. പക്ഷേ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ, ഈ യുവതികളുടെ ഏതാണ്ട് 4-5 യുവതികൾ ഇപ്പോൾ തന്നെ ആ തൃപ്പൂണിത്തുറ പരിസരത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഹോസ്റ്റലിൽ ഉണ്ട്. ഇത് തൃപ്പൂണിത്തുറ മാത്രമല്ല, എറണാകുളത്ത് 3-4 ഹോസ്റ്റൽ ഇതുപോലെ ഉണ്ട് എന്നാണ് വെളിപ്പെടുത്തലുള്ളത്. എന്തായാലും ഇവിടെ എറണാകുളം ജില്ലയിലാണോ ഈ ഇത്തരം ആളുകളെ മുഴുവൻ താമസിപ്പിക്കുന്നത്? എറണാകുളത്തെ ആശുപത്രികളിൽ പ്രസവം നടത്തുക, അത് ഏതെങ്കിലും ഒരു ആശുപത്രി എന്നതാണോ? ആശുപത്രിയുമായി എന്തെങ്കിലും ടൈഅപ്പ് ഉണ്ടോ? നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ ശ്രീജിത്ത്? തീർച്ചയായും ഒരു ആശുപത്രിയുടെ പേര് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് അല്പസമയത്തിനകം അതൊന്നുകൂടി ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം അല്പസമയത്തിനകം നമുക്ക് ബ്രേക്ക് ചെയ്യാനാകും. എറണാകുളത്ത് ഒരു ആശുപത്രി മാത്രമല്ല, 3-4 ആശുപത്രികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ആ യുവതി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ പറയുന്ന ഈ യുവതികൾക്ക് കൃത്യമായ രീതിയിൽ ഈ യുവതികളുടെ പേരിലാണ് ഇത്തരത്തിൽ ഹോസ്റ്റൽ എന്ന ഈ വീട് എടുക്കുന്നത്. 4-5 പേർ ചേർന്നുള്ള
നിന്നുള്ള ഈ വീട് എടുക്കുന്നത് ഈ യുവതികളുടെ പേരിൽ തന്നെയാണ്. ശേഷം ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ വരും. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ മോശമാണ് എന്നാണ് പറയുന്നത്. ഈ ആശുപത്രിയിൽ നടക്കുന്നത് സിസേറിയൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇവർക്ക് പണം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആശുപത്രിക്കാർ കൃത്യമായ രീതിയിൽ സുഖപ്രസവം അല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് പകരം സിസേറിയൻ നടത്തുന്നു. ശേഷം ഈ 15-20 ദിവസം താമസിക്കാനുള്ള സജ്ജീകരണം ഒരുക്കണം എന്നുകൂടി പറയുന്നുണ്ട്. കോടതിയിൽ നിന്നടക്കം കൃത്യമായ രീതിയിലുള്ള രേഖകൾ വ്യാജമായി സംഘടിപ്പിച്ച് അല്ലെങ്കിൽ കോടതി അടക്കം തെറ്റിദ്ധരിപ്പിച്ച് രേഖകൾ സംഘടിപ്പിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാജ ഗർഭപാത്രങ്ങൾ അല്ലെങ്കിൽ വ്യാജ ഗർഭപാത്രം ഉള്ള ഈ സ്ത്രീകളെ സമീപിക്കുന്നതെന്ന് പറയുന്നു. 6 ലക്ഷം രൂപ ഇപ്പോൾ ഈ സംസാരിച്ച സ്ത്രീ കോഴിക്കോട് മലപ്പുറം ജില്ല ആ മേഖലയിൽ നിന്നാണ് വരുന്നത്. അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആ സ്ത്രീക്ക് വീട് എന്നാണ് ശ്രീജിത്ത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.